ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിപ്പി മഹേഷിനോട് നമുക്കൊരു ഔട്ടിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കൊരു ഗെറ്റ് ടുഗദർ ഡേ ഉണ്ട്, അതുകൊണ്ട് എനിക്കതിന് പോയേ പറ്റുമെന്ന് പറയുകയാണ്. ആ സമയത്ത് ചിപ്പിയും അതുപോലെ തന്നെ ഇഷിതയും കൂടിയിട്ട് ഗെറ്റ് ടുഗദറിന് പോകാനായിട്ട് ഒരുങ്ങി വരികയാണ്. പക്ഷേ മഹേഷ് പറയാണ് വേണ്ട, അതങ്ങനെ പോകാൻ പറ്റാന്ന് പറയുമ്പോൾ സിയോയുടെ ഫാമിലിക്കുള്ള ഗെറ്റ് ടുഗദർ അല്ലേ, അപ്പം ഞങ്ങൾക്കും കൂടെ വന്നോടേന്ന് ചോദിക്കുമ്പോൾ വേറെണ്ടാന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു പോവുകയാണ്. കാരണം അവിടേക്ക് ആദ്യം രചനയും എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമുള്ള സ്ഥലത്തേക്ക് ഇഷിതിനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു താല്പര്യം മഹേഷിനില്ല. ഇതേ സമയം നമ്മുടെ ചിപ്പി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് സുജിമോളുടെ ഒരു ഇവൻറ്റ് പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോകാം, കാരണം നമുക്കതിന് ക്ഷണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോകാണ്. പക്ഷേ ഇത് സെയിം പ്രോഗ്രാം തന്നെയായിരുന്നു. കാരണം സുജിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ അവിടേക്ക് തന്നെയാണ് നമ്മുടെ മഹേഷും ആദ്യം രചനയും ഒക്കെ വന്നിട്ടുള്ളത്. ആകാശമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഇഷിത ചെല്ലി അവിടെ വെച്ച് ആദി ഈ മഹേഷിൻ്റെ മകനാണെന്നുള്ളൊരു സത്യമൊക്കെ തുറന്ന് പറയും. അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗമാണ് കേട്ടോ. ആദിയുടെ അടുത്തേക്ക് ഇഷിത ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഇഷാദാണല്ലോ. അപ്പോൾ ഇഷാദിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പക്ഷേ ആദിക്കാണെന്നുണ്ടെങ്കിൽ പഴയ ഓർമ്മകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷിതനെ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സത്യങ്ങളൊക്കെ തെളിയുന്നത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ചിട്ടാണ്.